നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളിൽ പല ആളുകളുടെയും ജീവിതത്തിലേക്ക് വളരെയധികം സന്തോഷം കടന്നു വരുന്ന ഒരു എനർജി കാണുന്നുണ്ട്. കൂടാതെ ഇവിടെ നിങ്ങൾക്ക് എതിരെ നിൽക്കുന്ന വ്യക്തിയുടെ, നിങ്ങൾക്ക് ശത്രുവായിട്ട് നിൽക്കുന്ന ആ ഒരു വ്യക്തിയുടെ എനർജി കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു ദേഷ്യത്തിൽ വളരെയധികം കുറവ് വന്നിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരുപക്ഷെ ഈ ഒരു വ്യക്തിയുടെ എനർജി മൂലം നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള തടസ്സങ്ങളും വന്ന് ചേർന്നിട്ടുണ്ടായിരിക്കാം. അവരുടെ ആ ഒരു സ്വാധീനം മൂലം, അല്ലെങ്കിൽ അവരുടെ ആ ഒരു മോശം ദൃഷ്ടി മൂലം ശാരീരികമായിട്ടായാലും മാനസികമായിട്ടായാലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരിക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളുടെ സംസാരത്തിലായാലും പെരുമാറ്റത്തിലായാലും ഒരുപാട് മാറ്റങ്ങൾ പ്രകടമായിട്ടുണ്ടെന്നുള്ളതാണ്. അതായത് എന്തിനും ഏതിനും ദേഷ്യം തോന്നുക, ഒന്നിനെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റാതാവുക, ഉറച്ച തീരുമാനങ്ങൾ എടുക്കാനായിട്ട് കഴിയാതെ വരിക, പല വിധത്തിലുള്ള നെഗറ്റീവ് ചിന്തകളും കടന്നു വരിക, അതേപോലെ തന്നെ പല വിധത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക. അത്തരത്തിൽ ഈ വ്യക്തിയുടെ സ്വാധീനം മൂലം ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ നിങ്ങളിൽ പല ആളുകളുടെയും ജീവിതത്തിലേക്ക് ചില നല്ല മാറ്റങ്ങൾ വന്ന് ചേർന്നിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളിലേക്കൊരു ഊർജ്ജസ്വലത വന്ന് ചേർന്നിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളിലേക്ക് വളരെയധികം ആത്മവിശ്വാസം, ശക്തി ഇവയൊക്കെ വന്ന് ചേർന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ശത്രുവായിട്ട് നിൽക്കുന്ന ആ ഒരു വ്യക്തിയുടെ എനർജി കുറഞ്ഞത് മൂലം നിങ്ങൾക്ക് വന്ന് ചേർന്നിട്ടുള്ള പോസിറ്റീവ് മാറ്റങ്ങളാണെന്നുള്ളതാണ്. ഇവിടെ ഈ ഒരു വ്യക്തിയുടെ സ്വാധീനം നിങ്ങളിൽ കുറഞ്ഞത് ഒരുപക്ഷെ അവരിലെ കുറ്റബോധം കൊണ്ടായിരിക്കാം. അതല്ലെങ്കിൽ അവർ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളെ നേരിടുന്നുണ്ടായിരിക്കാം. എന്തായാലും ഇവിടെ നിങ്ങളിൽ പല ആളുകൾക്കും ശത്രുവായിട്ട് നിൽക്കുന്ന ആ ഒരു വ്യക്തിയുടെ ശ്രദ്ധ നിങ്ങളിൽ നിന്നും കുറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. അതുപോലെ ഇവിടെ നിങ്ങളിൽ പലരും ഒരു കാത്തിരിപ്പിൽ ഇരിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ഒരുപക്ഷെ ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളിലേക്ക് തിരികെ വരാനുള്ള ഒരു കാത്തിരിപ്പിലായിരിക്കാം. അല്ലെങ്കിൽ എവിടേക്കെങ്കിലും യാത്രകൾ പോവാനുള്ള തയ്യാറെടുപ്പിലോ കാത്തിരിപ്പിലോ ഒക്കെ ആയിരിക്കാമുള്ളത്. അതുപോലെ ഈ ഒരു സമയം നിങ്ങൾ നല്ല രീതിയിൽ തന്നെ പ്രാർത്ഥിക്കുക. നിങ്ങളിൽ പ്രാർത്ഥന വളരെ കൂടുതലായിട്ട് വേണം എന്നുള്ളതാണ്. അതായത് ഈ ഒരു സമയം നിങ്ങളിലേക്ക് വളരെയധികം ശക്തി കടന്നു വരുന്നു എന്നുള്ളതാണ്. എന്തിനേയും നേരിടാനുള്ള ഒരു ശക്തി നിങ്ങൾക്ക് കൈവരുന്നുണ്ട്. ദൈവത്തിൻ്റെ ആ ഒരു അനുഗ്രഹം ഈ ഒരു സമയം നിങ്ങളിൽ വർദ്ധിച്ചു നിൽക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. പല കാര്യങ്ങളിലും സന്തോഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നുണ്ട്. സാമ്പത്തികം, ജോലി, വിവാഹം, കുടുംബജീവിതം ഇവയിലൊക്കെ വളരെയധികം സമാധാനവും സന്തോഷവും അനുഭവിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളെയാണ് കാണുന്നത്. ജീവിതത്തിൽ ഒരു പുരോഗതി കൈവരിക്കാൻ കഴിയുന്ന തരത്തിൽ ചില പ്ലാനുകൾ പലരുടെയും ഉള്ളിൽ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ അതിനെക്കുറിച്ചുള്ള ചില നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നിങ്ങളെ അത് നടപ്പിലാക്കുന്നതിൽ നിന്നും പിന്നോട്ട് വലിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ അത്തരം ചിന്തകളെ മറികടന്ന്, ഭയത്തെ മറികടന്ന് ധൈര്യമായിട്ട് നിങ്ങളുടെ പ്ലാനുകൾ നടപ്പിലാക്കാൻ ആരംഭിക്കുക. കാരണം ഏതൊരു കാര്യത്തെയും ധൈര്യത്തോടെ സമീപിച്ചെങ്കിൽ മാത്രമേ അവിടെ ഒരു വിജയം നേടാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നുണ്ട്. കൂടാതെ ജോലിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തീരുമാനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ അവിടെ നിങ്ങൾ കാത്തിരിക്കുന്ന ആ ഒരു തീരുമാനം വളരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതായത് നിങ്ങൾ കാത്തിരിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ നിങ്ങളെ തേടിയെത്തുന്നുണ്ട്. നിങ്ങളിൽ പലരുടെയും ജീവിതത്തിൽ പുതിയൊരു വഴിത്തിരിവുണ്ടാവാൻ പോകുന്നതിൻ്റെ വളരെ ശക്തമായിട്ടുള്ള ഒരു എനർജിയാണ് കാണുന്നത്. കൂടാതെ ഇവിടെ ഒരു വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാട് നിങ്ങൾക്കുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി
തിരക്ക് കൂട്ടുകയല്ല വേണ്ടത്, മറിച്ച് ക്ഷമയോടുകൂടി സമയമെടുത്ത് അതിനുവേണ്ടി പരിശ്രമിക്കുകയാണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിലും നിങ്ങൾക്ക് വളരെയധികം സമാധാനം അനുഭവിക്കാൻ സാധിക്കുമെന്നും കാണുന്നുണ്ട്. ജീവിതത്തിൽ നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവിടെ ബുദ്ധിപരമായിട്ടും സത്യസന്ധമായിട്ടും ഏതെല്ലാം വ്യക്തികൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ നിങ്ങളെ പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിച്ചാലും അവിടെ പതറാതെ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ഇവിടെ നിങ്ങളെന്ന വ്യക്തി പക്വതയുള്ള, സ്നേഹമുള്ള, മറ്റുള്ളവരോട് ദയയുള്ള, മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് മനസ്സുള്ള ഒരു ആളാണെന്ന് കാണുന്നുണ്ട്. മറ്റുള്ളവർക്ക് നിങ്ങളോട് എന്ത് കാര്യവും തുറന്ന് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം നിങ്ങൾ നൽകാറുണ്ട്. നിങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞാൽ അവരുടെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം അല്ലെങ്കിൽ ഒരു ഉത്തരം നിങ്ങളുടെ അടുത്തു നിന്നും അവർക്ക് ലഭിക്കും എന്നുള്ള ഒരു വിശ്വാസം മറ്റുള്ളവരിൽ നിലനിൽക്കുന്നുണ്ട്. അതിനാൽ തന്നെ മറ്റുള്ളവർ ഒരു ഉപദേശത്തിനായിട്ടൊക്കെ നിങ്ങളെ സമീപിക്കാറുണ്ട്. നിങ്ങൾ വളരെ സത്യസന്ധരാണ് എന്നുള്ള ഒരു ചിന്ത മറ്റുള്ളവരിൽ ഉണ്ടെന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് മുന്നിലേക്ക് ധാരാളം അവസരങ്ങൾ എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ അവയൊക്കെ വളരെയധികം ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കണമെന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട്. ചിലപ്പോൾ ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചോ അല്ലെങ്കിൽ പല വിധത്തിലുള്ള വാഗ്ദാനങ്ങളൊക്കെ തന്ന് പലരും പല അവസരങ്ങളും നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അത്തരം അവസരങ്ങളെ നിങ്ങൾ നന്നായിട്ട് ആഴത്തിൽ തന്നെ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ പ്രപഞ്ചശക്തിയിലുള്ള നിങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതുവരെയും നിങ്ങൾ ചെയ്തിട്ടില്ലാത്ത വളരെ ആവേശകരമായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഒരു സാഹസിക യാത്രയിലേക്ക് പലരും പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ജീവിതത്തിന് ഒരു പുതു വെളിച്ചം ഉണ്ടാവുന്നുണ്ട്. പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിന് മൊത്തത്തിലൊരു പ്രകാശം വന്നു ചേരുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള ആഘോഷങ്ങൾ നടക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കുക. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു. ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.